ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ബീഫ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ബീഫ് വെച്ചിട്ടൊരു പോളയാണ് ഉണ്ടാക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന പോളയിൽ നിന്നും ചെറിയൊരു വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് നമ്മൾ ടേസ്റ്റിൻ്റെ ഇതിനനുസരിച്ച് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പേസ്റ്റ് അല്ലെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ടാലും കുഴപ്പമില്ല. പിന്നെ 2 പച്ചമുളക്, പിന്നെ നമുക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഗരം മസാല, പെപ്പർ പൗഡർ, ടർമറിക് പൗഡർ, ഇത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇതിൽ കൂടുതൽ ആവശ്യമുള്ളവർക്ക് എനിക്കിഷ്ടമുള്ള ടേസ്റ്റിനനുസരിച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ക്രഷ് ചെയ്തിട്ടോ പിച്ചെടുത്തിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനൊരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് കൊറിയാണ്ടർ ലീഫ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ടേസ്റ്റിനനുസരിച്ച് കുറച്ചോ കൂടുതലോ എത്രയാണെങ്കിലും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ക്യാപ്സിക്കും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ക്യാരറ്റോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് ഇത് വഴറ്റിയെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത്രയുള്ളൂ ഇതിൻ്റെ ഫില്ലിങ്സ് വരുന്നത്. ഈ ഒരു ഫില്ലിങ്സ് നല്ല രീതിയിൽ നല്ല ടേസ്റ്റിൽ നമുക്ക് റെഡിയാക്കി എടുത്താൽ നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കണം. ഈ ബാറ്ററിലാണ് നമ്മൾ ഒരു ചെറിയൊരു ഡിഫറൻറ്റ് വരുത്തിയിട്ടുള്ളത് കേട്ടോ. അത് സാധാരണ നമ്മൾ പോള ഉണ്ടാക്കുമ്പോൾ മൈദപ്പൊടി, മുട്ട മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അതാണ് നമ്മളെ ബാറ്ററായിട്ട് യൂസ് ചെയ്യൽ. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ 4 വശം ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ പിച്ചെടുത്തിട്ട് ഈ ബ്രെഡ് നമുക്ക് മിക്സിയിലിട്ട് അടിച്ച് അങ്ങനെ ഉണ്ടാക്കാം. നമ്മുടെ മിക്സി യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു ബ്രെഡ് അതുപോലെ കൈ കൊണ്ട് പിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പാലോ വെള്ളമോ ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിരാൻ വെക്കണം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഒരു 3 മുട്ട എടുത്ത് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കൈ വെച്ച് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. ഈ ഒരു മിക്സ് നമുക്ക് മിക്സിയിൽ ഇങ്ങനെ അരയ്ക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇടുക. നമ്മൾ മസാലയിലുള്ള ഉപ്പ് നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം ഈ ഒരു ബാറ്ററിൽ നമ്മൾ ഉപ്പിടാൻ കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു ബാറ്ററിലേക്ക് ഉപ്പും കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് ഇല്ലേ, അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മിക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു ബാറ്ററും ഈ ഒരു മിക്സും തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് ഉണ്ടാക്കുന്ന ഞാനൊരു സോസ് പാനിലാട്ടോ ഉണ്ടാക്കുന്നത്. അതിൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഗ്രീസ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് വേണം ഈ ഒരു എണ്ണ ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. പിന്നെ നമ്മൾ ഫ്ലെയിമിൽ വെച്ചിട്ടല്ല ഈ ഒരു ബാറ്ററി ഇതിലേക്ക് ഒഴിക്കുന്നത്, വേറെ മാറ്റി വെച്ചിട്ടാണ് ഈ ഒരു ബാറ്ററി ഒഴിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ട് ഈ ഒരു ബാറ്ററി ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മല്ലിയില ഇതുപോലെ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റോളം കുക്ക് ചെയ്താൽ മതി. അപ്പോഴേക്കും ഈ ഒരു ഐറ്റം റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബീഫ് പോളേൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ബീഫ് ഇഷ്ടമുള്ളവരൊക്കെ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കണമെന്ന് താല്പര്യമുള്ളവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി വെക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ബ്രെഡ് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്യാത്തത് കൊണ്ട് ഇതൊരു കട്ട് പീസായിട്ട് നമുക്ക് അതിലിങ്ങനെ കാണാൻ പറ്റും. അത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.